വനനിയമ ഭേദഗതിയിൽ അഭിപ്രായമറിയിക്കാനുള്ള സമയപരിധി ജനുവരി 10 വരെ നീട്ടി സർക്കാർ. കരട് വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിക്കാൻ വൈകിയതിനാലാണ് നടപടി. ഡിസംബർ 31 വരെയായിരുന്നു നേരത്തെ നൽകിയ സമയപരിധി. വനനിയമ ഭേദഗതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും നിയമജ്ഞർക്കുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിനെ അറിയിക്കാനുള്ള സമയപരിധിയാണ് ഡിസംബർ 31 നിന്ന് ജനുവരി 10 വരെ നീട്ടിയത്. ബില്ലിന്റെ മലയാളം പകർപ്പ് നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ വൈകിയത് കൊണ്ട് കാലാവധി ദീർഘിപ്പിക്കുന്നു എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ വനനിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമുയർന്നതാണ് സാധാരണ ചടങ്ങ് മാത്രമായി അവസാനിക്കേണ്ട പബ്ലിക് ഹിയറിംഗിന് കൂടുതൽ പ്രാധാന്യം കൈവരാൻ കാരണം. പ്രതിഷേധം ശക്തമായതോടെ കരട് ഭേദഗതി ബില്ലിലെ വിവാദമായ വ്യവസ്ഥകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതേസമയം ജനുവരിയിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനിടയില്ല. കരട് ബില്ലിലെ പരാതികളും നിർദ്ദേശങ്ങളും അടക്കം സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് തിരുത്തൽ വരുത്തിയതിനു ശേഷം നിയമസഭയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ മതിയെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ബില്ലിനെതിരെ പ്രതിപക്ഷത്തിനും സഭകൾക്കും പിന്നാലെ ഭരണകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മും കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടുള്ള നടപടികൾ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. ജനം, തിരുവനന്തപുരം.